ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. 2014 ശേഷമുള്ള രാജ്യത്തിന്റെ വളർച്ച കണ്ടാൽ മാത്രം മതി എന്തുകൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെ ഫാൻ ആവുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ അദ്ദേഹം யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். ഇല്ല ടെക്നോളജി കൊണ്ട് വലിയ സംഭവമായിട്ട് പറയുന്ന രാജ്യങ്ങളിലൊന്നും ഈ UPI ഇല്ല. അത് നരേന്ദ്രമോദി എന്ന ഒരു നേതാവിന്റെ ദീർഘവീക്ഷണം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ട് വന്നതാ. 100% ഞാൻ യോജിക്കുന്നു. ഇത് അങ്ങനെയല്ല, കാലം കൊണ്ട് സംഭവിച്ചാണ്. ഇത് കാലം കൊണ്ട് സംഭവിച്ചതേ അല്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചെന്ന് നമുക്കറിയാം. ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ സഭയിൽ നിന്ന് പോലും മോദിയെ കളിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇത് കടകളിലൊക്കെ വന്ന് പച്ചക്കറി കടകളിൽ വന്നിട്ട് സാധിക്കൂ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. അതെങ്ങനെ വൈഫൈ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ കറണ്ട് വരും, ഇതൊക്കെ ചോദിച്ച് കളിയാക്കിയ ആളുകൾ പോലും ഇന്ന് ഫോണിൽ UPI ചെയ്യാം. അപ്പൊ ഇതൊക്കെ നടപ്പിലാക്കിയ ഒരു നരേന്ദ്രമോദിയോട് ആരാധന അല്ലെങ്കിൽ ഒരു ഫാൻ അല്ലെ ഒരു പിന്തുണയ്ക്ക അത് ചെറിയ കാര്യമാണോ? ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അയ്യോ, ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വലഞ്ഞു പോകത്തേ ഉള്ളൂ. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ ഇത്രത്തോളം വളർച്ച ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ രാജ്യത്തെ ലീഡർ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് എന്താ ചെയ്തത്, എന്ത് അഡ്രസ്സാ ഉള്ളത്? ഞാനിങ്ങനൊരു കോമർകഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. ഒരു യുവാവ് എന്ന നിലയ്ക്ക് ഞാൻ എന്തിന് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണം? സിമ്പിൾ ചോദ്യത്തിന് ഒരു ഉത്തരല്ല. എന്ത് ടൂർ പോകുന്ന കണ്ടിട്ട് പിന്തുണയ്ക്കണ്ടേ? സ്വാഭാവികമായിട്ട് നമുക്ക്, ഞാനൊക്കെ ചെറുപ്പം മുതലേ രാജ്യം ഈ ഒരു സ്നേഹമൊക്കെയുള്ള ഒരാളാണ്. ഇങ്ങനെ ആ ഒരു വളർന്നു വന്നതൊക്കെ ആ രീതിയിലാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോടല്ലാതെ മറ്റാരോട് എന്നുള്ളൊരു ചോദ്യമില്ല. വലിയ രീതിയിൽ പറയുന്നതാണ് ഇവിടെ മുസ്ലിംസിന്റെ പ്രശ്നമാണ്, മറ്റൊരു ഇവിടെ എന്ത് പ്രശ്നം, ഇതൊക്കെ പറയാൻ പോലും സ്വാതന്ത്ര്യമുള്ള നരേന്ദ്രമോദിന്റെ രാജ്യത്തല്ലേ, നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്തല്ലേ? ആരും എന്നുള്ളൊരു ചോദ്യം, ഈ നരേന്ദ്രമോദിക്ക് പകരം ആരും എന്നുള്ളൊരു ചോദ്യം ഒരാൾ ചോദിച്ചു, ആരുമില്ല. രാജ്യത്ത് മറ്റൊരാളില്ല പകരം വെക്കാൻ. അത് വേലായതായിട്ട് സൂചിച്ചടാ. ഈ ജിഹാദി ടൈപ്പ്, സുഡാപ്പി ടൈപ്പ് കുറെ ആളുകളുണ്ട് ഇവിടെ. തീവ്ര ചിന്ത ഉള്ള കുറെ ആളുകളുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലോ ഇറാനിലോ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഇറാഖിലോ ഇറാനിലോ സിറിയയിലോ എവിടെങ്കിലും സമാധാനം ഉണ്ടോ? പറഞ്ഞത് ശരി. സാധാരണ മുസ്ലിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവും. അപ്പൊ ഫസൽ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി, മോദിക്ക് അനുകൂലമാവും ഇവിടെ ഒരുപാട് ആളുകൾ. അത് ശരിയാ. എല്ലാ കാലത്തും എന്താ പറയുന്നത്, മോദി അങ്ങനെ ഭയപ്പെടും. അല്ലാതെ ഞങ്ങൾ ഇവിടെ റോഡ് ഉണ്ടാക്കി, ഞങ്ങൾ ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കി, ഞങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്ന് ആരും പറയുന്നില്ല. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഭീഷണിപ്പെടുത്തിയ ഒരുപാട് കോളുകൾ അങ്ങനെ ഇഷ്ടം പോലെ. നമ്മളിതൊന്നും മൈൻഡ് വെക്കുന്നൊന്നുമില്ല. ഈ പട്ടികൾ കുരക്കട്ടെ ജൈത്രയാത്ര മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഈ ഞാൻ കോൺഗ്രസിൽ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് 25 വയസ്സിൽ. ആ സമയത്താണ് ഹമാസ് എന്നത് ഒരു ഭീകര സംഘടന എന്നുള്ളതും അത് ലോകത്തിന്റെ നാശാണെന്നുള്ളത് നമ്മൾ തുറന്ന് പറയല്ലോ. ഞാൻ അതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഹമാസിനെ അനുകൂലിക്കാൻ നമ്മുടെ രാജ്യത്തിന് പ്രശ്നമാണ്. ഈ രാജ്യത്തിന് അനുകൂലം പറഞ്ഞപ്പോ എനിക്ക് സംഖ്യവിളി വന്നിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പക്ഷെ ഹമാസിനെ അനുകൂലിക്കാത്തതിന് വലിയ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. എല്ലാ ചാനലുകളും നോക്കി എവിടെയും ഹമാസ് ഭീകര സംഘടന എന്ന് പറയാൻ പോലും മാധ്യമ പ്രവർത്തകർക്ക് ഭയം, പേടി. എന്താ നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്താണ്, ഈ പലസ്തീൻ ബാഗും തോളിലിട്ടുകാന് പാർലമെന്റിലേക്ക് പോകുന്ന ഒരു നേതാവാണ് ആര്, പ്രിയങ്ക ഗാന്ധി. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. ഈ രാഹുൽ ഗാന്ധി ഗാസ മാത്രമേ, പലസ്തീൻ മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു മനുഷ്യത്തുള്ള ഒരാൾക്ക് ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് മാത്രം മനുഷ്യത്വം തോന്നുക? തികച്ചും ഔദ്യോഗികമായ താല്പര്യം. നാടൻ പ്രയോഗമുണ്ട്,
ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണ് ലൈൻ. 2023 മുതൽ ഈ യുദ്ധമൊക്കെ നടത്തിയിട്ട് എന്ത് നേടിയ മാസം? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഏറ്റവും അവസാനത്തുള്ള ആള് വരെ പടായില്ലേ, ആരുമില്ലപ്പോ. എന്നാലും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, എന്നിട്ടും ഇവിടെ എന്തോ ഹമാസ് ജയിച്ച് ഹിസ്ബുള്ള ജയിച്ചു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നമ്മുടെ ഭാരതത്ത് ജീവിക്കുന്ന ആളുകൾ എന്തിനാ ഹിസ്ബുള്ള ജയിച്ചതിന് പറ്റിയത് എന്തിനാഘോഷിക്കും? അപ്പൊ നമ്മൾ തിരിച്ചറിയാണ് ഇവിടെ നരേന്ദ്രമോദി സംവിധാനം, ഈ സംവിധാനം ഇല്ലെങ്കിൽ ഈ രാജ്യം ഇല്ലാതെയാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അത് 100% ഗ്യാരണ്ടി. നിങ്ങൾ മോദിന് എന്തെങ്കിലും പറഞ്ഞോളി, പ്രശ്നമില്ലാന്നാ പ്രതിഷേധം ഒന്നും. പക്ഷെ ഈ രാജ്യം ഇല്ലാതാക്കാൻ നമ്മൾ ഒരിക്കലും അതിനൊരു മാധ്യമ പ്രവർത്തകർ കൂട്ടുപോലും നിൽക്കരുത്. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ഈ മുസ്ലിം ലീഗ് എത്ര തെണ്ടിത്തരാന്നറി ഇവിടെ ചെയ്ത്. ഇവിടെ പലസ്തീൻ റാലി നടത്തിയ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ലോകത്തിൽ ഏറ്റവും വലിയ, അതെന്ത് വലിയ വർഗീയത. നീ എന്താടാ ഇത് കാണുന്ന ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ചിന്തിക്കൂല, ഇത് മുസ്ലിം ആയിട്ട് ഇവര് ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല, ഭയം വരും. മുസ്ലിമിന് ലോകത്ത് ഏതോ ഒരു കോണിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ഇവിടെ തെരുവിലിറങ്ങുക, അതും എത്ര ലോകത്ത് ഏറ്റവും വലിയ റാലി നടത്തുക. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ഇവിടത്തെ ചോറാടാ, ഇവിടത്തെ കപ്പിത്തന്മാരാണെങ്കിൽ നാട്ടിക്കണ എനിക്ക് സൈക്കിളടാ. അതൊരു ഭയല്ലേ. നാളെ ഒരു ഹിന്ദു ലീഗ്, നാളെ ഒരു ക്രിസ്ത്യൻ ലീഗ് ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ എത്ര ആൾ അംഗീകരിക്കും? ഈ പറഞ്ഞ ലീഗിന്റെ ആളുകൾ ചാടി വീഴൂ. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ലീഗും ജമാഅത്തെ ഇസ്ലാമിയുള്ള ആ കൂട്ടുമുന്നണിയാണ് സതീശനൊപ്പം ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ തർക്കമില്ലാത്ത വിഷയം. സതീശൻ അങ്ങനെ ഒരു പാവയായി നിൽക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. ആണല്ലോ, പാവാണല്ലോ. മണപ്പള്ളി പൗത്രന്റെ കൂടെ വാച്ച്മാനായും ബോഡി ഗാർഡായും ഞാൻ എന്നും ഉണ്ടാകും. മുസ്ലിം ലീഗ് സ്ഥിരമായിട്ട് ഭയം വിതറുക, BJP വന്നാൽ എന്തോ, BJP വന്നാൽ എന്ത് സംഭവിക്കാനാണ്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. 14 മുതൽ രാജ്യം ഭരിക്കുന്ന BJP ആണ്, നരേന്ദ്രമോദിയാണ്, RSS ആണ്, സകല സംവിധാനമാണ്. ഇവിടെ ജനാധിപത്യല്ലേ, മതേതരത്തല്ലേ. APJ അബ്ദുൽ കലാം ഇന്ത്യൻ മുസൽമാനായിട്ട് അറിയപ്പെടുന്നല്ലേ. ഇന്ത്യൻ രാഷ്ട്രപതി എന്നല്ലാണ്ട് ഒരാൾ എന്താക്കാനാണ്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഒരു മുസൽമാന് ഇന്ത്യൻ രാഷ്ട്രപതി അല്ലാതെ ഒരു പാർട്ടി എന്താ കൊടുക്കുക? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതിലെപ്പോഴും എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ കൊടുക്കാൻ? ഒരു മുസൽമാനായ കൊണ്ട് അത്ര ആക്കിലേലോ ചോദിക്കാൻ പോയി പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചന്ദ്രൻ തൊടിയിലെ കാരണവന്മാര് പണ്ട് എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ അതൊക്കെ കൊയ്തിട്ട് അവൻ പോവും. സിമ്പിൾ ചോദ്യമുള്ളത്. അതായത് നിങ്ങൾ മുസൽമാനായിട്ടാണോ രാഷ്ട്രപതി ആക്കാൻ പറ്റാത്തതാണോ ഒരാൾ ചോദിക്കേണ്ടി? അതും ആക്കി കഴിഞ്ഞു. പ്രസംഗം കലക്കി, എന്നാലും പഹയാ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.